ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവനും പ്രാണനുമായ യേശു കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ കൽപ്പന ആവശ്യത്തിന് മേശയിൽ നിന്ന് പങ്കെടുക്കുവാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുമിച്ച് ആത്മീയ സന്തോഷത്തോടുകൂടി ദൈവത്തിൻ്റെ ആയിരിപ്പാനും ദൈവം നൽകിയ കൃപയ്ക്ക് ആസ്വദിക്കുന്നു. കൂടി വന്ന എല്ലാവരെയും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. മാത്രം ഇന്നത്തെ നമ്മളുടെ ചിന്തയ്ക്കായിട്ട് ദൈവോധനം നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് അല്പമായിട്ട് ചിന്തിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വേദഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാമൊഴിയായ വാക്കുകളാണ് തൻ്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് കർത്താവ് ഗിരിപ്രഭാഷണത്തോട് ബന്ധപ്പെട്ട് അടുത്ത അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കർത്താവിൽ ജീവിക്കുന്ന വ്യക്തികൾ എപ്രകാരം ജീവിക്കണമെന്ന് നമ്മെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും മത്തായി സുവിശേഷം 7-ന്റെ 21 നമുക്ക് വചനത്തിൽ കൂടെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. വായിച്ചാട്ടെ. 7-21 മതി. കഴിഞ്ഞ നാളുകളായിട്ട് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് ഇവിടെ പ്രസംഗിക്കപ്പെടുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ആർക്കെങ്കിലും സന്തോഷകരമായ നിലയിലോ അല്ലെങ്കിൽ അസന്തോഷകരമായ നിലയിലോ പ്രസംഗിക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല. കാരണം ദൈവം തൻ്റെ സഭയെ സ്നേഹിക്കുന്നത് എപ്രകാരമാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അവിടെ നാം കണ്ടത് എന്താണ്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം എന്താണ് എന്ന് നമ്മൾ ഇന്ന് അല്പമായി ചിന്തിക്കുവാൻ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. പിതാവിന്റെ ഇഷ്ടം അറിയുന്നവനെ ആരെന്ന് പറയും? പിതാവിന്റെ ഇഷ്ടം അറിയുന്നവനെ ആരെന്ന് വിളിക്കും? പുത്രനെന്ന് വിളിക്കും, ഇല്ലെങ്കിൽ മക്കളെന്ന് വിളിക്കും. മക്കളെന്ന് വരുമ്പോൾ സഹോദരിയും സഹോദരന്മാരും ഒരുമിച്ച് അതിനകത്ത് ഇൻവോൾവാണ്, അല്ലെങ്കിൽ കുടുംബമായി സഭയായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന ഓരോരുത്തരും പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. ഇവിടെ നമ്മൾ കണ്ടത് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ. എന്താണ് പിതാവിന്റെ ഇഷ്ടം? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന എന്താണ് പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് എത്ര പേർക്കറിയാം? ഈ വചനങ്ങളെ നമ്മുടെ കർത്താവ് ശിഷ്യന്മാർ മുഖാന്തരം സംസാരിക്കുകയല്ല, കർത്താവ് തന്നെ സംസാരിക്കുന്ന വേദഭാഗമാണ്. നാമൊക്കെ പലപ്പോഴും ഈ വേദഭാഗങ്ങൾ പഠിച്ച് ധ്യാനിക്കുമ്പോൾ നാം ലജ്ജിതരായി പോകുമെന്നുള്ള സംശയമില്ലാത്ത കാര്യം. കാരണം നമ്മെ അല്പസമയം ഈ വചനവുമായി കമ്പയർ ചെയ്ത് ദൈവത്തിൽ അല്പനേരം ധ്യാനിക്കാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ ഇതിനകത്ത് പൂർണ്ണമായിട്ട് പരാജിതനാണോ വിജയിതനാണോ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. പരാജിതനാണോ വിജയിതനാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. അവരവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരവരെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ മുമ്പിൽ വരുന്ന വിഭവങ്ങൾ അത് ഏത് തരത്തിലാണ് ഇങ്ങനെ ആയെന്ന് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പറയുന്നു, നാം എങ്ങനെയാണ് ഇന്ന് സഭാമധ്യത്തിൽ വന്നിരിക്കുന്നത്? ഞാൻ ഏത് വിധത്തിലാണ് കർത്താവിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ അവകാശമായി തീർന്നത്? എങ്ങനെയാണ് ആ കൃപാവരങ്ങൾ എന്റെ തലമേൽ വന്നത്? ഇതിനു മുമ്പ് ഒരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിവുള്ളതാണ്. കർത്താവ് ആരായിരുന്നു? അവൻ ആരായിട്ട് ഭൂമി വന്നു? അതിനുശേഷം അവൻ ആരായിരിക്കുന്നു? ഇനി അതിനുശേഷം നാളെ അവൻ വരുമ്പോൾ ആരായിരിക്കും? ആദ്യത്തെ കർത്താവിനെ കാണുന്നവൻ എന്ത് ചെയ്യും? ആദ്യത്തെ കർത്താവിനെ കാണുന്നവൻ മരിക്കുമെന്നാണ് വ്യവസ്ഥ. ഒടുവിലത്തെ കർത്താവിനെ കാണുമ്പോഴും അതേ അവസ്ഥയിലാണ് കാണാൻ പോകുന്നത്. ആദ്യത്തെ കർത്താവ്
ദാസന്മാരായിരിക്കുന്ന, സ്നേഹിതന്മാരായിരിക്കുന്ന, പ്രവാചകന്മാരായിരിക്കുന്ന വ്യക്തികൾ കർത്താവിനെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. അതിന് കാരണം അവനെ കാണുന്നവർ മരിക്കുമെന്നാണ് കാരണം. പാപസംബന്ധമായി മരിച്ചുപോയവർക്ക് ഒരിക്കലും നീതിമാനായ ദൈവത്തിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിയുകയില്ല എന്നൊരു വ്യക്തമായ വ്യവസ്ഥ മുമ്പിലിരിക്കുമ്പോൾ ആ ദൈവത്തെ കാണുന്നവൻ മരിക്കണമെന്നുള്ളതാണ്. എന്നാൽ അതേ ദൈവത്തെ അതേ അഗ്നിരൂപമായിട്ട് ഒടുവിലത്തെ ദൈവമായി നാം കാണാൻ പോകുകയാണ്. അത് വെളിപ്പാട് പുസ്തകം കർത്താവിന്റെ രൂപലക്ഷണങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അതിപ്പോൾ കാണാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് ഓർക്കാവുന്ന. എന്നാൽ ക്രിസ്തുവിൽ ഇപ്പൊ നാം വായിച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മനസ്സിലാക്കണേ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് അവനെ വ്യക്തമായി കാണാൻ പറ്റും. എങ്ങനെ അറിയാം? ഇവിടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ മനുഷ്യന് ആദാമും ഹവ്വായും ദൈവം ജനിപ്പിച്ചപ്പോൾ അവർക്ക് ദൈവത്തെ കാണാൻ കഴിയുമായിരുന്നോ? കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അവർ കഴിഞ്ഞത്? അവർക്ക് എന്തുകൊണ്ടാണ് കാണാൻ കഴിഞ്ഞത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിലുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ദൈവത്തെ കാണാനും ദൈവത്തെ കാണുമ്പോൾ അവർക്ക് മരണം സംഭവിക്കുന്ന ഒരവസ്ഥയില്ലായിരുന്നു. എന്നാൽ അവർ പാപം ചെയ്തതോടുകൂടി പാപമായിരിക്കുന്ന വ്യക്തിക്കും വിശുദ്ധനായിരിക്കുന്ന വ്യക്തിക്കും തമ്മിൽ യാതൊരു കൂട്ടായ്മ ബന്ധവുമില്ലായിരുന്നു. അതുകൊണ്ട് അവർ കണ്ടാൽ മരിക്കുമെന്നുള്ളതാണ്. എന്നാൽ കൃപയാൽ വിശ്വാസം മൂലം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ഈ ഒരു മഹാഭാഗ്യം ഒടുവിലത്തെ നാൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് പിതാവിന്റെ ഇഷ്ടം എന്താണെന്നുള്ളതാണ്. പിതാവിന്റെ ഇഷ്ടം എന്താണെന്നുള്ള കാര്യം നാം ചിന്തിക്കണം നമ്മുടെ ജീവിതത്തില്. പിതാവിന്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം മനുഷ്യർ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും യേശുവിന്റെ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇതേ നിലവില് നമുക്ക് നമ്മുടെ കർത്താവിന്റെ ഇഷ്ടത്തെ നോക്കിയേ. കർത്താവായ യേശുക്രിസ്തു തന്റെ ഇഷ്ടം ചെയ്യുവാൻ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഭൂമിയിലേക്ക് വന്നത്. ഒടുവിൽ അത് കർത്താവ് പറയുന്നുണ്ട്. എന്താണ്? ഗെത്സമനാ തോട്ടത്തിൽ താൻ മരണപരമായിരിക്കുന്ന വേദനകളെ അനുഭവിച്ച് അതിദുഃഖിതനായിരിക്കുമ്പോൾ താൻ ഒരു മാനുഷികമായിരിക്കുന്ന പ്രാർത്ഥന അവിടെ കഴിക്കുകയുണ്ടായി. തന്റെ ശരീരത്തിലേൽക്കുന്ന വേദനയുടെ ഭാരം അതികഠിനമായിരിക്കുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞ് കഴിയുമെങ്കിൽ കർത്താവ് ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കപ്പെടണമെന്നുള്ളതാണ് ഈ കർത്താവ് അവിടെ പ്രാർത്ഥിച്ചത്. അവൻ ആരാണ്? അവൻ ദൈവമാണ്, അവൻ ദൈവപുത്രനാണ്. പിതാവിന്റെ ഇഷ്ടം അവൻ തകർക്കപ്പെടണം, കാൽവരി ക്രൂശിൽ പൂർണ്ണമായിട്ട് തന്റെ പ്രാണനെ ഒഴിക്കപ്പെടണമെന്നുള്ള പിതാവിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നാവുകളുടെ ചലനശേഷി ഉള്ളിടത്തോളം കാലം സംസാരിച്ചാലും തീരാത്ത, ഒരിക്കലും കോരിയ പറ്റാത്ത ആ ആഴക്കടലിലെ വെള്ളം പോലെയാണ് യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇഷ്ടത്തെ കുറിച്ച് പറയുന്നത്. ഈ കർത്താവിന്റെ ഇഷ്ടം കാൽവരി ക്രൂശിൽ ഒടുവിൽ തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. ദൈവത്തിന്റെ ഇഷ്ടം പുത്രനെ തകർത്ത് കളയണമെന്നുള്ളത്. അതുകൊണ്ട് പുത്രൻ പറഞ്ഞു, കർത്താവേ, സകലതും നിവൃത്തിയായി. നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ പൂർണ്ണമായി നിവർത്തിച്ചു. അങ്ങനെ ഏൽപ്പിച്ച ലോകമനുഷ്യന്റെ പാപത്തിന്റെ പരിഹാര മാർഗമായിരിക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ട് നിവർത്തീകരിച്ചു എന്ന് പറഞ്ഞ് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ കർത്താവായ യേശുക്രിസ്തു അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കും പറയുവാൻ കഴിയുമോ? കർത്താവെ, അങ്ങയുടെ ചങ്കില ചോരയാൽ എന്നെ രക്ഷിച്ചു. ഞാനിന്ന് ഭൂമി ജീവിക്കുമ്പോൾ ഏറെക്കുറെയൊക്കെ എന്നെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞു, എന്നെ ഉപയോഗിച്ചു എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അവിടെയാണ് പുത്രൻ മുഖാന്തരം സ്വർഗത്തിലെ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം പരാജയമാണോ വിജയമാണോ? കാൽവരി ക്രൂശിൽ
കൈകാലുകൾ കെട്ടപ്പെട്ട് തകർക്കപ്പെട്ട യേശു ക്രിസ്തു നമ്മളോട് വീണ്ടും വീണ്ടും വലിയ ശ്രമ കാണിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നത് അത് തെറ്റാണ്, ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അത് ദീർഘക്ഷമയാണ് എന്നുള്ള കാര്യം മറക്കരുത്. പക്ഷെ ഒരു അപകടത്തിലേക്ക് പോകരുത്. രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തെ പരീക്ഷിക്കാനോ പരിശോധിക്കാനോ യാതൊരു അവകാശവുമില്ല. അറിഞ്ഞോ അറിയാതെ ഏതെങ്കിലും വിധത്തിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. പക്ഷെ പിന്നീട് അതിനകത്ത് ക്ഷമിക്കപ്പെടാൻ കഴിയുന്നതല്ല, അത് തുടരാൻ അവകാശമില്ല. പിതാവിൻ്റെ ഇഷ്ടമല്ലത്. പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് നമുക്ക് ധാരാളമായിട്ട് ചില വേദഭാഗങ്ങൾ ചിന്തിക്കുവാനൊക്കെ നാം ആഗ്രഹിക്കുന്നു. ആ പിതാവ് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് 2-3 ഭാഗങ്ങളായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുവാണ്. പ്രാരംഭത്തിൽ ഈ പിതാവിൻ്റെ ഇഷ്ടത്തെ നാം കാണുന്നത് നമ്മളെ ഒരു ദൈവത്തിൻ്റെ കുടുംബമാക്കി തീർത്തിട്ടുണ്ട്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തികളെ ദൈവം തൻ്റെ കുടുംബമാക്കി തീർത്തത് എങ്ങനെയാണെന്ന് നോക്കി. മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വേദഭാഗം എന്താണ് വായിക്കുന്നത് അറിയാമോ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ അമ്മ ആകുന്നു. ആരാ പറയുന്നത്? സർവ്വലോകത്തെയും പ്രപഞ്ചത്തെയും ചരാചരങ്ങളെയും ഉണ്ടാക്കപ്പെട്ട ദൈവം, അതിൽ വാഴുവാൻ മനുഷ്യനെ ഉണ്ടാക്കിയവനാ ദൈവം പറയുവാണ്. അവൻ നിർമ്മിച്ചവനായ മനുഷ്യനെ കുറിച്ച് പറയുന്നു. അവൻ എൻ്റെ സഹോദരനാണ്, അവൻ എൻ്റെ സഹോദരിയാണ്, അവൻ എൻ്റെ അമ്മയാണ്. ഇത് പറയുന്ന ആരാ? ഒരു ദൈവമാണ്. എന്തുകൊണ്ടാ പറഞ്ഞത്? എനിക്കും നിങ്ങൾക്കും ലക്ഷ്യമുണ്ടാവണം. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് ലക്ഷ്യമുണ്ടാവണം, നാണംകേടുണ്ടാവണം, തലകുനിക്കണം. അവന്റെ ഇഷ്ടം ചെയ്യുന്നവരാ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇടയിൽ ആർക്ക് പറയുവാൻ കഴിയും ഞാൻ അവന്റെ സഹോദരനാണ്, ഞാൻ അവന്റെ സഹോദരിയാണ്, ഞാൻ അവന്റെ അമ്മയാണെന്ന് ആർക്ക് പറയുവാൻ കഴിയും? അത് ഇവിടെ പറയണം, അവിടെയല്ല. ഇവിടെ പറയുന്നവർക്ക് മാത്രമേ അവിടേക്ക് അവകാശമുള്ളൂ. അതാണ് സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞത്. ഇത് ഞാൻ പറയും, എനിക്ക് പറഞ്ഞ നിവൃത്തിയുള്ളൂ. ഈ ദിവസങ്ങളിൽ വളരെ പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും വിശ്വാസപരമായിട്ട് ഓരോരുത്തർ കാണിക്കുന്ന വഞ്ചനകൾ നിമിത്തം വളരെ വേദനിക്കുന്നു, കരയുന്നു. ഇല്ലാത്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അതിൻ്റെ ഇടയിൽ കൂടെ ആക്സിഡന്റും പല കാര്യങ്ങളും പ്രശ്നങ്ങള്. എന്തുകൊണ്ടെന്ന് അവരവർ ചിന്തിക്കണം. സഭയോട്, സഭാ കൂട്ടായ്മയോട്, സഹോദരങ്ങളോട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിബദ്ധത ഉണ്ടോ? അടുത്ത് കിടക്കുമ്പോൾ ഒരു സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ടായാൽ വരാൻ മടിക്കുന്ന സഹോദരങ്ങൾ അവരാണോ ദൈവത്തിന്റെ സഹോദരി, ദൈവത്തിന്റെ സഹോദരൻ, ദൈവത്തിന്റെ അമ്മ? സമയമുണ്ടായിട്ടും അലസത വിചാരിച്ച് സഭായോഗങ്ങളും സഭയോടുള്ള ശുശ്രൂഷകളും അലസത വിചാരിച്ചിട്ട് അതിൽ പങ്കാളിയാകുന്നവരാണോ, ആകാതിരിക്കുന്നവരാണോ ദൈവത്തിന്റെ മക്കള്? അല്പമെങ്കിലും ആത്മാർത്ഥമുണ്ടെങ്കിൽ അവരവരെ ഒന്ന് കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുക. ഇതൊന്നും ദൈവം നിങ്ങളിൽ നിന്നോ അല്ലെ എന്നിൽ നിന്നോ ഔദാര്യമായി ചോദിക്കുന്നതല്ല. മനസ്സിലാക്കണം. എനിക്ക് ആരോഗ്യം തന്ന ദൈവം, ആരോഗ്യ മുഖാന്തരം സമ്പത്ത് തന്ന ദൈവം, കുടുംബം തന്ന ദൈവം, മക്കളെ കൊണ്ട് ദാനം, ഇതൊക്കെയും തന്നിട്ടാണ് പറഞ്ഞത്. കൊടുക്കണം, പോകണം, സംബന്ധിക്കണം, ഏറ്റുപറയണം, അവന്റെ വിശുദ്ധിയിൽ ജീവിക്കണം. എന്തിന്? സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ. അല്ലെങ്കിൽ മോഹിച്ചുകൊണ്ടിരുന്നാൽ മതി. ബൈബിൾ വാക്യങ്ങൾ ധാരാളം കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കുടുംബം, കർത്താവ് പറഞ്ഞ എൻ്റെ കുടുംബം, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരൻ, എൻ്റെ അമ്മ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, എൻ്റെ കുടുംബം. യോശുവ പറഞ്ഞ് എന്താ പറഞ്ഞത്? യോശുവ ഒരു വലിയ സഭയെ നയിച്ചതാണ്. ഞാനും എൻ്റെ സഭയും എന്നല്ല പറഞ്ഞത്, പിന്നെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. പ്രിയരെ, ഞാനും നിങ്ങളും ഇതൊക്കെ വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യതയാണ് ഞാനിവിടെ ഓർമ്മിപ്പിച്ചത്. വാക്കുകൾ ഒരുപാടുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ ഇഷ്ടം ചെയ്ത് നമുക്ക് കാണുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം
6-ാം അധ്യായത്തിൽ 38-ാമത്തെ വേദഭാഗം കാണുന്നത് എന്താണെന്നറിയുമോ? ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനത്ര വന്നത്. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം. എപ്പോൾ വരെ? കാൽവറി ക്രൂശിൽ ഈ ലോകത്തിൽ തന്റെ പ്രാണനെ വിട്ടുകൊടുക്കുന്നത് വരെ. പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് ഒരു വള്ളി പുള്ളിക്ക്, ഒരു പണോടയ്ക്ക് മാറ്റം വരാതെ വിശുദ്ധ ജീവിതം നയിച്ചവനാണ് കർത്താവ്. എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും ഒരു മാതൃക വെച്ചേച്ചു പോയി. എന്ത്? അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ. ലോകത്തിൽ നമുക്ക് പിന്തുടരുവാൻ ഒരു വ്യക്തിയും കാണിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും കർത്താവ് പറഞ്ഞ് എന്റെ കാൽച്ചുവടുകളെ ഞാൻ നിങ്ങൾക്ക് വെച്ചു. എന്ത്? ഞാൻ അനുഭവിച്ച അതേ സകല വ്രതകളും നിങ്ങളും അനുഭവിക്കേണ്ടി വരും. അവിടെയും പിതാവിന്റെ ഇഷ്ടം പരിപൂർണമായി നിവർത്തീകരിക്കണം. പോകട്ടെ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യം 2-3 വിഷയത്തോട് ബന്ധപ്പെട്ട് ആ കാര്യത്തെ ഒന്ന് ഓർമ്മിക്കാൻ. നിങ്ങൾ പിതാവിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം എന്താണ്? വിശ്വാസത്താൽ. ഒന്നാമത്തെ കാര്യം യോഹന്നാന്റെ സുവിശേഷം 6-ന്റെ 40 യോഹന്നാൻ സുവിശേഷം 6-ന്റെ 40 ഇവിടെ നാം കണ്ടെന്താണെന്നോ? പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്ന് എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പറയുവാണ്, ഏവനും നിത്യജീവൻ ഉണ്ടാകണം. നിത്യജീവൻ ഉണ്ട് എന്നുള്ള ഇവിടെയുള്ള എത്ര പേർക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയും? നിത്യജീവൻ ഉണ്ട് എന്നുള്ളത് നമ്മളുടെ ജീവിതം കൊണ്ട് വ്യക്തമായി വെളിപ്പെടുത്താൻ കഴിയും. ഒന്ന് പറയട്ടെ, അതിന്റെ മുകളിലുള്ള വേദഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വേദഭാഗവും 16-ാമത്തെ വേദഭാഗവും ചിന്തിച്ചു നോക്ക്. നിത്യജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചു നോക്കൂ. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. 20-ാമത്തെ വേദഭാഗം. 16-ാമത്തെ വേദഭാഗം കണ്ടു നോക്കിയേ. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. നിത്യജീവന്റെ ഫലങ്ങളും പ്രവൃത്തികളും ഏത് വിധത്തിലാണെന്ന് അവരവർക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ വചനം വെറുതെ നമ്മൾ എടുത്ത് ദുരുപയോഗം ചെയ്യരുത്. നമ്മുടെ ഇടയിൽ പാർക്കുന്ന കൂട്ടത്തിൽ അപ്പം മുറിക്കുന്ന സകല വ്യക്തികളെയും കാണുമ്പോൾ അറിയാം അവരിൽ നിത്യജീവനുണ്ടോ, നിത്യജീവന്റെ ഫലങ്ങളുണ്ടോ, പ്രവൃത്തി ഉണ്ടോ എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ല, ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ കർത്താവ് ആഗ്രഹിച്ച പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിന്റെ ഇഷ്ടം. വിശ്വാസത്താൽ ഉണ്ടാകേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. രണ്ടാമത് നമുക്ക് കാണുന്നത് എന്നറിയാമോ? എബ്രായലേഖനം 11-27 എന്താ പറയുന്നത്? വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു പോകുന്നു. ആര്? മോശ. എന്താണ് ദൈവ ഇഷ്ടം? അവൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ സഹോദരന്മാരോട് പ്രസംഗിക്കുന്നു. അവൻ വേണമെങ്കിൽ താൻ അവിടെ ഒരു വലിയ രാജാവ്, ലോകഭരണ ചക്രം തിരിക്കുന്ന ഒരു രാജകീയ കുടുംബമായിരുന്നു ഫറവോന്റേത്. ആ കാലഘട്ടത്തിൽ സകല ലോകത്തെയും ക്ഷാമത്തെ ശമിപ്പിച്ച ഒരു രാജ്യമായിരുന്നു മിസ്രയീം. ലോകത്തെല്ലാം അന്നം കൊടുത്ത ഒരു രാജ്യമായിരുന്നു മിസ്രയീം. ലോകത്ത് ഇന്ന് അമേരിക്ക ഭരിക്കുന്നത് പോലെ ഒരു കാലത്ത് ലോകത്തെ നിയന്ത്രിച്ച രാജ്യമായിരുന്നു മിസ്രയീം. ആ സ്ഥലത്ത് രാജാവായിരിക്കാനുള്ള അടുത്ത ഭരണാധികാരിയായിരുന്നു മോശെ. ആ മോശെ വളർത്തുപുത്രനാണെങ്കിലും ഫറവോന്റെ പുത്രിയുടെ മകനായി തന്നെ വളർത്തപ്പെട്ടത് കൊണ്ട് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ഇവൻ യഹൂദനാണെന്ന്. അവിടെയുള്ള ജനങ്ങൾക്ക് അറിയാമായിരുന്നോ? ആർക്കും അറിയില്ല. അത് രഹസ്യമാണ്. അത് മോശയ്ക്കറിയില്ല, മോശയുടെ സഹോദരിക്കറിയാം, മോശയുടെ അപ്പനും അമ്മയ്ക്കും അറിയാം. പിന്നെ ദത്തുപുത്രനാണെന്ന് ഫറവോനറിയാം, ഫറവോന്റെ പുത്രിക്കറിയാം, ഫറവോന്റെ പുത്രിയുടെ ദാസിക്കും അറിയാം. മനസ്സിലാക്കണം, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ആ മോശെ എന്താണ് തിരഞ്ഞെടുത്തത്? വിശ്വാസത്താൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ആ സ്ഥലത്ത് നിന്ന്
അവൻ ഓടിപ്പോയി. പിൻകാലത്ത് ആരായി? ഇന്നും ഫറവോന്റെ മമ്മി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇന്നും അവിടെ ചെന്നാൽ അവിടെ നമുക്ക് അവരുടെ മ്യൂസിയത്തിൽ കാണാൻ കഴിയും. നാളെ ഒരു കാലത്ത് അന്ന് ഈ മോശയും ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ മോശയുടെയും മമ്മി അവിടെ സൂക്ഷിക്കപ്പെട്ടനായിരുന്നു. പക്ഷേ മോശ വിശ്വാസം മൂലം ദൈവേഷ്ടം ചെയ്തതുകൊണ്ട് കേവലം ഒരു ഉണങ്ങിയ അസ്ഥികളെ പോലെ മമ്മിയായി സൂക്ഷിക്കപ്പെടുവാനല്ല, മറിച്ച് അവൻ കർത്താവിനോട് കൂടി എവിടെ ഉണ്ടായിരുന്നു? മരുഭൂമിയിലുണ്ടായിരുന്നു. ഇന്നും ലോകം പ്രസംഗിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് മോശ. എന്തുകൊണ്ട്? ദൈവേഷ്ടം തെരഞ്ഞെടുത്തത് കൊണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തെരഞ്ഞെടുത്തത് കൊണ്ട്. അല്പകാലത്തേക്കുള്ള ഈ സുഖജീവിതമല്ല, നിത്യകാലമുള്ള സ്വർഗീയ ജീവിതത്തെ മോശ കണ്ടു. ഇന്നും ജീവിച്ചിരിക്കുന്ന മോശ. ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാവരും പറയും. ഇനി രണ്ടാമത്തെ വിഷയം, വിശുദ്ധിയുള്ള ജീവിതം. വിശുദ്ധിയുള്ള ജീവിതം. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം പാപങ്ങളിൽ നിന്ന് അകന്നു മാറി വിശുദ്ധിയോടെ ജീവിക്കണമെന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? പാപങ്ങളിൽ നിന്ന് അകന്നു മാറി. എന്താ അകന്നു മാറുന്നത്? പാപികളിൽ നിന്ന് ഇണയില്ലാ പിണ കുടരുത്. ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ പ്രാരംഭ ഭാഗം പറഞ്ഞ പോലെ അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകണം, ഓടിക്കൊള്ളണം. നിങ്ങൾ ജീവിക്കുന്ന ലോകത്താണ്, പാപത്തിന്റെ മധ്യത്തിലാണ്. അവിടെ നിങ്ങൾ വിശുദ്ധനായിട്ട് ജീവിക്കുന്നുവെങ്കിൽ, എന്തുകൊണ്ട്? ഞാൻ വേറുപെട്ട് എന്റെ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് പാപി ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുവാൻ എനിക്ക് അവകാശമില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ വേർപെടുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വേദഭാഗം. ദൈവത്തിന്റെ ആഗ്രഹം എന്താണ് നോക്കിയേ, വായിച്ചോ. 1 തെസ്സലോനിക്ക 4:3. വേഗത്തിലായ കൊള്ളാം. ഇവിടെ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആരുടെ ഇഷ്ടമാ? പ്രിയരെ, നാം വളരെ ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യം, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം അത്രേ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങൾ ഭൂമിയിൽ അനിൽ അംബാനി ആവാനല്ല. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ അദാനി ആവാനല്ല. ദൈവത്തിന്റെ ഇഷ്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാനല്ല. ദൈവത്തിന്റെ ഇഷ്ടം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവാനല്ല. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ വലിയൊരു ധനവാനായി കളപ്പുറ വിളിച്ച് പണിഞ്ഞു കൂട്ടി തിന്നു കുടിച്ച് ആനന്ദിക്കാനല്ല. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എബ്രായലേഖനം 12:14. ശുദ്ധീകരണം എന്തിനു വേണ്ടി ശുദ്ധീകരിക്കപ്പെടണം? അവനവൻ തന്നെ ശുദ്ധീകരിക്കപ്പെടണം. അവനവൻ തന്നെ അശുദ്ധീകരിക്കപ്പെടുവാനല്ല. അശുദ്ധീകരിക്കപ്പെട്ടവരെ നമുക്കറിയാം. തന്നെത്താൻ അശുദ്ധീകരിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ടു വരുന്നവൻ ശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വേദഭാഗം തൊട്ട് 39-ാമത്തെ വേദഭാഗം വരെ കാണുമ്പോൾ ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്തവനും ഇളയവനും. മുടിയൻ പുത്രൻ, ഇളയവനായ പുത്രൻ അപ്പന്റെ ഓഹരി വാങ്ങിച്ചു. തന്റെ ദൂർത്ത് ജീവിതത്തിന് വേണ്ടി തന്റെ നാടും കൂടും വിട്ട് അന്യ രാജ്യത്തേക്ക് പോയി. ഒടുവിൽ അവന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ദൈവത്തിന്റെ കുടുംബത്തിൽ നിന്ന് വേറുപെട്ട് പോയതുകൊണ്ട്, അയോഗ്യമായി ജീവിച്ചതുകൊണ്ട് ദൈവം അവനെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു. അവന് മാനസാന്തരം കൊടുത്തു. മാനസാന്തരം കൊടുത്തപ്പോൾ അതികഠിനമായ ഒരു അഴുക്കിയ ജീവിതത്തിൽ, നാശകരമായ ജീവിതത്തിൽ, മനുഷ്യൻ കാണാൻ കഴിയാത്ത നിലയിലുള്ള ജീവിതത്തിൽ ആയിരുന്ന മനുഷ്യനെ ലോകമൊന്നടങ്കം മറന്നു. ലോകമൊന്നടങ്കം മറന്നു. അവനെ പുച്ഛിച്ച് തള്ളി കഴിഞ്ഞ കാലത്ത് അവൻ കോടീശ്വരനായിരുന്നു എന്ന് ആരും ഓർത്തില്ല. ഇന്നാളിൽ അവൻ അഴുക്ക് പറ്റിയവനും പന്നിയോടുകൂടി വസിക്കുന്നവനും പന്നി കഴിക്കുന്ന വാളവറ തിന്നുന്നവനുമായിരുന്നു എന്നാണ് ലോകം കണ്ടത്. പക്ഷെ അവനെ ഓർത്തു ഒരുവൻ. അവനാണ് സ്വർഗത്തിലെ ദൈവം. ആ കർത്താവ് യേശു ക്രിസ്തു ഇവനെ ഓർത്തപ്പോൾ അവന്റെ ഹൃദയത്തിൽ വിചാരമുണ്ടാക്കിയപ്പോഴാണ് അവൻ അവന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് നോക്കി. അവന്റെ അപ്പന്റെ ഭവനം നോക്കിയപ്പോൾ അനേകർ തിന്നുകുടിച്ച് തൃപ്തരായിരിക്കുന്ന അനുഭവത്തെ ഈ മനുഷ്യൻ കണ്ടതുകൊണ്ട് മടങ്ങിപ്പോവാൻ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടേക്ക്? അഴുക്കിൽ നിന്ന് മാനസാന്തരത്തിലേക്ക്, അശുദ്ധി നിന്ന് വിശുദ്ധിയിലേക്ക്.
വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. തന്റെ കുറവുകൾ പാപങ്ങളെ ഏറ്റുപറയുവാൻ ഈ മനുഷ്യൻ ആഗ്രഹിച്ചപ്പോൾ ആ മനുഷ്യൻ വിശുദ്ധിയിലേക്ക് തിരിഞ്ഞു നോക്കി, കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി. ആദ്യം, കർത്താവേ, ഞാൻ നിന്നോടും അപ്പനോടും പാപം ചെയ്തു. സഹോദര സഹോദരി, നമുക്ക് പറയാൻ കഴിയുമോ, കർത്താവേ, ഞാൻ സഭയോടും ദൈവത്തോടും പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമെന്ന്? ആ പറയുന്നവരാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. തൽഫലമായ ദൈവം അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. അവൻ മടങ്ങി വന്നപ്പോഴോ ദൂരെ നിന്ന് കണ്ട അപ്പന്റെ സ്നേഹം, സ്വർഗീയ പിതാവ് അവന്റെ സിംഹാസനം വിട്ട് എഴുന്നേറ്റു. സേവാനോസിന്റെ മരണത്തിങ്കൽ, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തില് സേവാനോസിന്റെ മരണത്തിങ്കൽ സ്വർഗത്തിലിരുന്ന പിതാവിന്റെ മടിയിൽ സമീപത്തിരുന്ന പുത്രൻ എഴുന്നേറ്റതുപോലെ ഇരിപ്പിടത്തിൽ നിന്ന് ധനാഢ്യനായ രാജകീയമായി ജീവിക്കുന്ന ഈ മുടിയൻ പുത്രന്റെ അപ്പൻ, അല്ലെങ്കിൽ ആ അപ്പൻ ഈ മകനെ സ്വീകരിക്കുവാൻ എഴുന്നേറ്റു ഓടി. അവനെ കണ്ട് കെട്ടിപ്പിടിച്ചു. എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കെട്ടിപ്പിടിച്ചത്? അവൻ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അവൻ വളരെ അശുദ്ധനായിട്ടാണ് വന്നത്. പന്നിക്കൂട്ടിൽ നിന്നാ വരുന്നത്. അവൻ കുളിച്ചിട്ടില്ല, അവന്റെ വസ്ത്രം കഴുകിയിട്ടില്ല. അമ്മാതിരി അഴുക്കും നാറ്റം എന്ന് വെച്ചാൽ ലോകത്തിന്റെ സകല പാപങ്ങളും അവന്റെ പുറത്തുണ്ടായിരുന്നു. ആ അപ്പൻ കെട്ടിപ്പിടിച്ച് അവന്റെ ഉമ്മ കൊടുത്തു. അവനെ വീട്ടിലേക്ക് കൈക്കൊള്ളേ അല്ല ചെയ്തത്. പിന്നെന്താ ചെയ്ത്? അവന്റെ ബാല്യക്കാരെ വിളിച്ച് അവനെ വസ്ത്രമിടാൻ, എന്ന് വെച്ചാൽ അവന്റെ പഴയ വസ്ത്രങ്ങൾ ഊരി അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവനെ വസ്ത്രം ധരിപ്പിച്ച് മോതിരം ഇടിവിച്ചു കൊണ്ടാണ് അവനെ വീട്ടിനകത്തേക്ക് അപ്പൻ ആനയിച്ചത്. അപ്രകാരം ശുദ്ധീകരണം കൂടാതെ ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനമില്ല. അങ്ങനെ ആരും മോഹിക്കരുത്. സ്വർഗത്തിലേക്ക് കർത്താവിന്റെ തന്നെ പോകണമെങ്കിൽ ഈ അശുദ്ധമായ ലോകത്തിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നാം ഓരോരുത്തരും ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുകയില്ല. ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നത്, യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തില് ഉസ്സിയാവിന്റെ മരണസമയത്ത് ഉയർന്നു മുങ്ങിയുള്ള സിംഹാസനത്തിൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്നത്. 6 സറാഫുകളെ കുറിച്ച് പറയുന്നു. അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്നു. എന്താ പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവരുടെ ആ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടപ്പോൾ ഉമ്മറപ്പടി വരെ ഇളകി കുലുങ്ങിപ്പോയി. ആരാണ് പറഞ്ഞത്? സറാഫുകൾ, ദൈവത്തിന്റെ ദൂതന്മാർ, സർവ്വലോകത്തെ നിയന്ത്രിക്കുന്നവർ. അവർക്ക് ഈ ദൈവത്തെ കാണാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ മൂടി. അതുവരെ യെശയ്യാവ് ചിന്തിച്ചിരുന്ന ചിന്തകൾക്കൊക്കെ മാറ്റം വന്നു. യെശയ്യാവിനെ ശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഇതൊക്കെ കണ്ടപ്പോൾ യെശയ്യാവ് എന്ത് ചെയ്തു? അയ്യോ ദൈവമേ, ഞാൻ പാപം ചെയ്തു, ഞാൻ വിശുദ്ധനായ ദൈവത്തെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് പാപം ചെയ്തു, ഞാൻ മരിക്കാതിരിക്കുന്നു, ഞാൻ തിരുമുമ്പാകെ നിൽപ്പാൻ യോഗ്യനല്ല എന്ന് ഏറ്റുപറഞ്ഞ് സമ്മതിച്ചു. തൽഫലമായിട്ട് താഴോട്ട് വരുമ്പോൾ ഒരു കൊടുഞ്ഞിലെടുത്തിട്ട്, ഒരു തീക്കനലെടുത്തിട്ട് ഈ സറാബിലൊരുത്തൻ അവന്റെ വായിലും നാക്കുകളിൽ തൊട്ട് നീ ഇപ്പോൾ ശുദ്ധിയുള്ളവനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞവനെ ശുദ്ധീകരിച്ചു. അതിനുശേഷമാണ് ദൈവം അവനെ ഉപയോഗിക്കും. താഴോട്ട് വരുമ്പോൾ കർത്താവ് ചോദിക്കുവാണ്, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ആര് പോകും? ആര് പോകുമെന്ന് പറഞ്ഞപ്പോൾ അടിയനിതാ, അടിയനെ അയക്കണമെന്ന് ഇന്നിത് പറയുവാൻ എത്ര വിശ്വാസികളുണ്ട് ഭൂമിയിൽ? ആത്മാർത്ഥതയോടുകൂടി ഈ ദൈവ ഇഷ്ടം ചെയ്യുവാൻ. അവനെ ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ യെശയ്യാവ് പറഞ്ഞു, ദൈവമേ, അശുദ്ധനായ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടു, അതുകൊണ്ട് നിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അയക്കണമേ. എന്താണ് പിതാവിന്റെ ഇഷ്ടം? പ്രിയരെ, ഞാൻ ചുമ്മാതെ പറയുന്നതല്ല. നമ്മുടെ വിശ്വാസ ജീവിതം നാം പരിശോധിക്കണം. രക്ഷിക്കപ്പെട്ടു എങ്കിൽ കർത്താവിന്റെ വിശുദ്ധിയിൽ ജീവിക്കും നിശ്ചയം. അശുദ്ധീകരിക്കപ്പെടും. അശുദ്ധീകരിക്കപ്പെട്ടാലും അതിനൊരു കാലാന്ത സമയമുണ്ട് മടങ്ങി വരുവാൻ. മടങ്ങി വരാത്തവൻ രക്ഷിക്കപ്പെട്ടവനല്ല. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുവെങ്കിൽ അത് കഷ്ടമാണ്. ഒടുവിലത്തെ നാളിൽ കർത്താവ് പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്ത് വരുമ്പോൾ ഇവിടുന്ന് എത്ര പേർ ഉയർക്കും, എത്ര പേർക്ക് പറയാൻ പറ്റും? അവിടെയാണ് ഞാൻ പറയുന്നത്. മത്തായി സുവിശേഷം 20-ാമത്തെ വേദഭാഗവും 16-ാമത്തെ വേദഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അതാണ്. അവരുടെ പ്രവൃത്തികളാൽ, അവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം എന്നുള്ള കാര്യം. അങ്ങനെ ആ ശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് കഴിയുമോ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ
17-19 വരെ കർത്താവ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. വായിച്ചു നോക്കുക. യോഹന്നാൻ 17-19 വരെ കർത്താവിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? സത്യത്താൽ അവരെ ഒന്ന് വായിച്ച വേഗത്തിൽ. കണ്ടോ? സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടത് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇന്ന് ആൾക്കാർക്ക് വിശുദ്ധീകരിക്കപ്പെടാൻ വലിയ പ്രയാസമാണ്. സകലവിധ അശുദ്ധിയിലും മാന്തി ചൊറിഞ്ഞ് കടന്നുരുണ്ട് വരേണ്ട പന്നിയെ പോലെ ഉരലാടിക്കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആഗ്രഹിക്കുന്ന മൂഢന്മാരെ, നിങ്ങൾ സ്വപ്ന ലോകത്തിലാണെന്ന് ഞാൻ നിശ്ചയമായി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയും. പറഞ്ഞേ മതിയാകൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ സകലരുടെ ജീവിതത്തിലും 24 മണിക്കൂർ തരുമ്പോൾ 8 മണിക്കൂറിന്റെ ഉറക്കം കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്തിൽ നിങ്ങളും ഞാനും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും യേശുക്രിസ്തുവിലാണെന്ന് ഞാനും നിങ്ങളും അന്യോന്യം കാണിക്കേണ്ടിയിരിക്കുന്നു. കാണിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ദൈവത്തിന്റെ വിശ്വാസത്താൽ തന്നെത്താൻ വിശുദ്ധീകരിക്കപ്പെടും. മുമ്പോട്ട് പോകണമല്ലോ. ഇനി മൂന്നാമത്തെ അനുഭവത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ പറഞ്ഞു. പിന്നെ 1 പത്രോസ് 1:15-16 നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധൻ. നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധൻ. വിശുദ്ധൻ ഒത്തവണ്ണം അശുദ്ധീകരിക്കപ്പെടണമോ വിശുദ്ധിയോട് ജീവിക്കണമോ എന്ന് നിങ്ങളും ഞാനും പരിശോധിക്കുക. നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുമ്പോൾ അവനിൽ ജീവിക്കുന്നവരും ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ലവലേശം സഹോദരന്മാരോ സഹോദരിമാരോ ഏതൊരുവൻ പാപത്തിന്റെ തെറ്റുകളിൽ നിന്ന് അത് സാരമില്ല എന്ന് പറയുവാൻ നമുക്ക് നിർവാഹമില്ല. അത് സാരമുണ്ട്. സഹോദര സഹോദരി, അത് പാപമാണ്. ദൈവത്തിന്റെ വിശുദ്ധിയിൽ അത് ചേർക്കപ്പെടുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ മുഖത്തിൽ പാപിക്ക് കയറി നിൽക്കാൻ പറ്റുമോ? കർത്താവിന്റെ മുഖത്തിൽ പറ്റത്തില്ല. കർത്താവിന്റെ മുഖത്തിൽ പാപിക്ക് കടത്താൻ കഴിയില്ല. കർത്താവിനാൽ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ ആ മുഖത്തിൽ കയറി നിന്നുകൊണ്ട് കർത്താവിനോടൊപ്പം ഈ ലോകത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ തന്നെത്താനെ അപ്പുറത്തെ സൈഡിൽ സാത്താനെ കൊണ്ടാണ് പോണത്. അശുദ്ധമായ ജീവിതമോ പ്രവൃത്തികള്, ദുർമാർഗ ജീവിതം, മദ്യപാനം, വെറിക്കുത്ത്, ബഹുബലി ഇത്യാദി കാര്യം ചെയ്യുമ്പോൾ അവൻ പോകുമ്പോൾ കർത്താവിന്റെ മുഖത്തിലല്ല പോകുന്നത്. അവൾ പോകുമ്പോൾ കർത്താവിന്റെ മുഖത്തിലല്ല പോകുന്നത്. മറിച്ച് അപ്പുറത്ത് പിശാചാണ്. കർത്താവിന്റെ മുഖത്തിൽ പോകുന്നവൻ എവിടെ ചെന്നാലും ആ കർത്താവിനെ വെളിപ്പെടുത്തും. സ്തോത്രം. മുമ്പോട്ട് പോകണമല്ലോ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ റോമാലേഖനത്തില് 6-ാം അധ്യായത്തിന് 19-ാമത്തെ വേദഭാഗത്ത് അവിടെ പൗലോസിന്റെ ഒരു വേദഭാഗം കാണുന്നുണ്ട്. പിശാചിൽ ജീവിച്ച കാലവും കർത്താവിൽ ജീവിച്ച കാലവും. പിശാചിൽ ജീവിച്ച കാലത്ത് പിശാചിനെ പ്രസാദിപ്പിച്ച് അവന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചിരുന്നവനാണ്. ഒരു കാലത്ത് എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, കർത്താവ് വിളിക്കുന്നതിന് മുമ്പ് എവിടെ വെച്ച്? അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തില് കർത്താവ് വിളിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ സഭകളെ മുടിക്കുവാൻ സമ്മതപത്രം വാങ്ങി ദമസ്കോസിലേക്ക് പോകുന്ന വഴി വരയ്ക്കും ഈ അപ്പോസ്തലനായ പൗലോസ് പിശാചിനെ പ്രസാദിപ്പിച്ച് ആ മുഖത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ദൈവവിരോധപരമായി ജീവിച്ചു. അതിന് ശേഷമോ തന്റെ പ്രാണൻ പോകുന്നത് വരെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരാതെ സഹോദരന്മാരോട് പോലും, അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന സഹോദരന്മാരോട് പോലും വിശ്വാസത്തിന് വേണ്ടി പോരാടിച്ചവരാണ് അപ്പോസ്തലനായ പൗലോസ്. നിങ്ങൾക്കറിയുമോ? സഹോദരനെ മാറ്റി നിർത്തി അവനെ വിട്ട് പൗലോസ് തന്റെ വേലയ്ക്ക് പോയി. താൻ ആരെ ആശ്രയിച്ചില്ല. സഹോദരൻ തെറ്റ് ചെയ്തപ്പോൾ, അപ്പോസ്തലന്മാർ തെറ്റ് ചെയ്തപ്പോൾ ഉഗ്രവാദമുണ്ടായിട്ട് അവരിൽ നിന്ന് വേർപെട്ടു പോയവനാണ് വിശ്വാസിയായ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന, ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന പൗലോസ് ചെയ്തത്. നമുക്ക് ചെയ്യാൻ കഴിയില്ലേ? ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോട്ടെ. നന്ദിയുള്ള മനോഭാവം. അവസാനിപ്പിക്കണമല്ലോ. നന്ദിയുള്ള മനോഭാവം.
എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യത്തിലും അത് തിന്മയാലും നന്മയാലും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മെ ചില സ്ഥലങ്ങളിൽ കൂടെ ചില സാഹചര്യങ്ങളിൽ കൂടെ കടത്തിവിടുന്നത്. പുല്ല്, മരം, വൈക്കോൽ, പൊന്ന്, വിലയേറിയ കല്ല്, വെള്ളി ഇതിനെ തീയിൽ കൂടെ കടത്തിവിട്ട ഒരു സാഹചര്യം. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണോ എന്ന് മറുകരയിൽ കാണാം, മറുഭാഗത്ത് കാണാം. അവന് വീഴ്ചകളോ താഴ്ചകളോ അപകടങ്ങളോ എന്ത് വന്നാലും മറ്റുള്ളവനെ പഴിക്കുന്നവനോ ഉപദ്രവിക്കുന്നോ ആകരുത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയപ്പോൾ വൈകുന്നേരം ഞാൻ കരഞ്ഞുപോയി. എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത് തെറ്റ് നയോമിയുടെ ഭാഗത്താണ്. ഞാനിവിടെ വന്ന് ആ വീഡിയോ ക്ലിപ്പ് പരിശോധിച്ച് നോക്കി. ഞാൻ ആ വ്യക്തിയെ വിളിച്ചു, ആ വീഡിയോ ക്ലിപ്പ് പരിശോധിച്ച് നോക്കിയപ്പോൾ തെറ്റ് നയോമിയുടെ അല്ല, ആ കാറുകാരൻ്റെയാണ്. ഞാൻ അഡ്വക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ചിന്തിച്ചു. ഒടുവിൽ രാത്രിയായപ്പോൾ ഞാൻ ദൈവമേ നാളെ രാവിലെ ഞാൻ കേസിന് പോകണമോ വേണ്ടായോ എന്നെനിക്കൊരു മറുപടി തരണം. ഞാനത് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കർത്താവിൻ്റെ മനോഹരത്വം കണ്ടു. ബൈബിളുമായ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ കർത്താവ് തന്ന മറുപടി, നീ കേസിന് പോകണ്ട, പ്രതികാരം നിനക്കുള്ളതല്ല എനിക്കുള്ളതാണ്. നീ അതിൻ്റെ പിന്നിൽ ഒരുപാട് കരയേണ്ടി വരും, എല്ലാം നന്മയ്ക്കായിട്ട് തന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിനുണ്ടായ ആ ശൂന്യത, ഞാൻ അനുഭവിച്ച സന്തോഷം കണ്ണുവാണ്, ഞാൻ ആരോടും പങ്കുവച്ചില്ല. അതിനുശേഷം അതുവരെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സകല പിരിമുറുക്കങ്ങളും ഒരു നിമിഷം കൊണ്ടില്ലാതായി. എനിക്ക് ആരോടും വികാരമുണ്ടായിരുന്നു. ഞാൻ പോയതുമില്ല. എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ അഡ്വക്കറ്റുമാരോടും പോലീസുകാരോടും ഞാൻ വിട്ടു. ഞാനിതുപോലെ ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, പോകണ്ട, പ്രതികാരം നിങ്ങൾക്കുള്ള, അവരൊക്കെ ജാതികളാണ്, പ്രതികാരം നിനക്കുള്ളതല്ല ദൈവത്തിനുള്ള. ദൈവം നോക്കൂ, ഇതൊക്കെ എനിക്ക് നന്മയ്ക്കായി തന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പ്രിയരെ, ഞാൻ ഓർമ്മിപ്പിച്ചത് നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രയാകണം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ, എല്ലാത്തിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവഹിതം. എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹിതം, ദൈവ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മളൊക്കെയോ പലപ്പോഴും പരാജിതരാണ്, പ്രതികാരദാഹികളാണ്, പ്രായവ്യത്യാസമില്ലാതെ പ്രതികാരദാഹികളാണ്. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ശോധന ചെയ്യാൻ ഞാൻ വിശ്വസിച്ചു, അല്ലാതെ മറ്റൊന്നിനുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു വേദഭാഗം അതുപോലൊപ്പം കാണുന്നത് അദ്രബലം എന്ന സ്തോത്രയാഗം അർപ്പിക്കണം. എബ്രായലേഖനം 13:15 നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അദ്രബലം എന്ന സ്തുതിസ്തോത്രയാഗങ്ങളോട് കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കുക. നമ്മുടെ അതരം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. കൊലോസ്യർ 3:17 വാക്കിനാലോ നാവിനാലോ എന്ത് ചെയ്താലും ദൈവത്തിന്റെ സ്തോത്രയാഗമാകണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല. നമ്മൾ എന്തൊക്കെയോ ആണെന്ന് കാണിക്കുന്നതോ എന്തെങ്കിലും കൊടുത്തെന്ന് പറയുന്നതോ ഇതൊന്നും ദൈവത്തിന് വേണ്ടാത്ത. ദൈവം പഴയ നിയമത്തിൽ പറയുന്നത്, നിന്റെ കണ്ണു പൊട്ടിയതും ഊനമുള്ള ആടുകളെ മൃഗങ്ങളെ കൊണ്ട് എനിക്ക് യാഗം കഴിപ്പിക്കാൻ നീ ശ്രമിക്കുന്നുവോ? എനിക്ക് വേണ്ടി എത്രയോ തടിച്ചു കൊടുത്ത മൃഗങ്ങൾ കാടുകളിലും മേടുകളിലും കിടക്കുന്നു. അപ്പോഴാണോ നിന്റെ ഊനമുള്ള ആരാധനാ യാഗം എനിക്ക്? പ്രിയപ്പെട്ടവരെ, നാം വളരെയേറെ ഗൗരവത്തോടെ കാണുന്നത് ഒരു വാക്കിനോട് ഓർക്കുന്നത് സങ്കീർത്തനം 50:14. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നറിയോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അതല്ലോ നിന്റെ നേർച്ചകൾ കഴിക്കുന്നത്. ദൈവത്തിന് സ്തോത്രയാഗം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ച വേഗത്തിൽ. റോമാലേഖനം
12:2 എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഏവർക്കും അറിയില്ല. ഇവിടെ പറഞ്ഞത് എന്താ പറഞ്ഞത്? ദൈവത്തിന് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. ആരാണ് തിരിച്ചറിയേണ്ടത്? ആരാണ് തിരിച്ചറിയേണ്ടത്? ആ ബ്രദറെ, സഹോദര, ദൈവം കാത്തോളും. നോ നോ നോ, ദൈവം കാക്കല്ല. ഞാൻ തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കൃപയും ദൈവം തന്നിട്ടുണ്ട്. സാത്താന്റെ തന്ത്രങ്ങള് നിങ്ങൾ അറിയാത്തവരല്ലോ. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം. അവനവൻ തിരിച്ചറിയണം. തെറ്റ് ശരിയാതെ തിരിച്ചറിയണം. അയോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാനോ പ്രവർത്തിക്കാനോ അപ്രകാരം ജീവിതം നയിക്കാനോ വാമൊഴി വാക്കുകളോ ഒന്നും ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. അവിടെ നമുക്ക് ലോകത്തിന് അനുരൂപരാകാതിരിക്കുക. ഒന്ന് എന്ന് വെച്ചാൽ എന്താ? മദ്യപാനം, ലഹരി, വെറുക്കുത്ത്, വ്യഭിചാരം, ദുഷിച്ച വർത്തമാനം, വഴക്ക് ഇത്യാദി ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. അതിന് അനുരൂപരാകരുത്. 2, മനസ്സ് പുതുക്കി പരിവർത്തനപ്പെടുത്തുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്താത്തവർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും, സ്തോത്രയാഗം അർപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതെന്ന് തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ലോകത്തിന് അനുരൂപരാകാൻ നടന്നാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ കുറെ കാലമൊക്കെ വേഷം കെട്ടി ബൈബിൾ എടുത്ത് കത്രുമേശ എടുത്ത് ഇങ്ങനെയൊക്കെ അങ്ങ് പോകാമെന്ന് വിചാരിക്കാമെന്നുള്ളതേ ഉള്ളൂ. വലിയ അപകടങ്ങളും കൂടുതൽ. പക്ഷേ സ്വർഗരാജ്യം കാണുകയില്ല. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. പ്രിയപ്പെട്ടവരെ, ആ കാര്യത്തിൽ അവിടെ ഇങ്ങനെ അനുസരണക്കേട് കാണിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം എടുക്കണമെന്നില്ല, ഞാൻ വായിച്ച് പറഞ്ഞു. 6:46 എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്താ? കർത്താവ് ലൂക്കോസിൽ കൂടെ ചോദിക്കുകയാണ്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ചോദ്യത്തിന് ഉത്തരം ആര് കൊടുക്കണം? കർത്താവ് ചോദിക്കുവാണ്. സഹോദര സഹോദരി, നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, ആരാധന കൊടുക്കുന്നു, ആരാധനയ്ക്ക് വരുന്നു, എല്ലാം സംബന്ധിക്കുന്നു. പക്ഷേ എന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? ഉത്തരം കൊടുത്തേ മതിയാകൂ. ഒടുവിലത്തെ നാളിൽ എന്താ പറയുന്നത്? എല്ലാ മുഴങ്കാലും തിരുമുമ്പിൽ മടങ്ങും. നീ മാത്രം കർത്താവെന്ന് ഏറ്റു പറഞ്ഞിട്ട് ഒടുവിൽ അവനെ ജീവപുസ്തകത്തിൽ പേരെന്ന് കാണാത്ത ഏവനെ തീപ്പൊയ്കൾ തള്ളിയിടുമ്പോൾ തന്നെത്താനെ പോയില്ലെങ്കിൽ കുഞ്ചിക്ക് തൂക്കിയെടുത്ത് നരകരാജ്യത്തിൽ തള്ളിയിടും. അന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇന്ന് പറയണം. മലാഖിയുടെ പുസ്തകത്തില് നമുക്കൊരു വാക്യം കാണാം. മലാഖി 1:6 മകൻ അപ്പനോടും ദാസൻ യജമാനനോടും ബഹുമാനം കാട്ടേണ്ടതല്ലയോ? ഞാൻ അപ്പനെങ്കിൽ എന്നോട് ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? നമ്മുടെ കർത്താവ് നമ്മുടെ യജമാനനാണ്, നമ്മുടെ അപ്പനാണെന്ന് രായ്ക്ക് 40 വട്ടം വാമൊഴിയാ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ നിങ്ങളുടെയും നമ്മൾ ഉൾപ്പെടെ പരിശോധിക്കുക. എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ യജമാനനെ ഞാൻ അനുസരിച്ചിട്ടുണ്ടോ? എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ പിതാവിന് ഏതെങ്കിലും വിധത്തിൽ സന്തോഷമുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും നാളുകളിൽ ഞാൻ ഇവിടുന്ന് വിട്ടുപോയാൽ, മാറ്റപ്പെട്ടു പോയാൽ എൻ്റെ പിതാവ് എന്നെ സ്വീകരിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുമോ? പ്രിയരെ, പരിശോധിച്ചു കൊള്ളുക. യാക്കോബിന്റെ ലേഖനം 1-22 വേഗം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വചനം കേൾക്കാത്തവരാണ്? ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വചനം കേൾക്കാത്തവരാ? 1 2 ആണോ? പുറകെ നടന്ന് പറയുക, സഹോദര അങ്ങനെ ചെയ്യില്ല, അങ്ങനെ പോവല്ല, ഇങ്ങനെ ചെയ്യില്ല, ലോകത്തിന് അനുരൂപരാകരുത്, സഹോദരി അങ്ങനെ ചെയ്യരുത് എന്ന് എത്രയോ പ്രാവശ്യം ദൈവദാസന്മാരിൽ ഒന്നല്ല ആയിരക്കണക്കിന് ദൈവദാസന്മാരിൽ കൂടെ ഈ കാലം അത്രയും കേട്ടിട്ടും വീണ്ടും നിങ്ങള്
പന്നി ഉഴന്ന് ചാടുന്നത് പോലെ അഴുക്കിൽ ഉഴലാടുകയാണ് ചെയ്യുന്നത്. ഞായറാഴ്ചക്ക് രാവിലെ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് വരുന്ന വേഷവിധാനമല്ല കാണുന്നത്. അടുത്ത നിമിഷം വീണ്ടും പന്നി കുളിപ്പിച്ച് കയറ്റിയതുപോലെ അഴുക്ക് ചാലിൽ വീണുള്ളത് പോലെ വീണ്ടും ഉഴലുവല്ല ചെയ്യുന്നത്. നിങ്ങൾ പറയൂ, നിങ്ങളുടെ വിധി നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുവാണ്. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കണ്ട. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. വിധിക്കാൻ റൈറ്റ് വേറെ ഉണ്ട് ഇവിടെ, ഞാൻ അത് എടുക്കുന്നില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുക, ഞാൻ എന്നെ തന്നെ വിധിക്കട്ടെ. എന്താണ് നാം ഇവിടെ വായിച്ചു കേട്ട വേദഭാഗം? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. വിധി 20-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യം. വിധിക്കണോ വേണ്ട എന്ന് പറ. നിങ്ങളും ഞാനും ഓരോ ദിവസവും എഴുന്നേറ്റ് നടന്ന് സഞ്ചരിച്ച് ദൈവത്തെ ഏതൊക്കെ നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ളവരായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വചനം രാപകൽ ഇടവിടാതെ ധ്യാനിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് എത്ര താല്പര്യത്തോടെ ഈ വചനത്തോട് ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ടെന്ന് നിങ്ങളും ഞാനും ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്റെ വാക്കുകൊണ്ട് ആരെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട് എത്ര അശുദ്ധിപരമായ പ്രവൃത്തി, കൈക്കൂലി ഇത്യാദി സർക്കാരിന് കൊടുക്കേണ്ട ചുങ്കങ്ങൾ കൊടുക്കാതെ അവിടെയെല്ലാം വെട്ടി ചുരുക്കൽ പരിപാടികൾ, ദൈവത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. കർത്താവും ഭൂമി ജീവിച്ചപ്പോൾ സർക്കാരിന് കരം കൊടുത്തവനാ. എന്തിനാ കൊടുത്തേ? അത് ദൈവമല്ലേ? ഞാനും നിങ്ങളും കൊടുക്കാൻ വേണ്ടി, എല്ലാ സ്ഥലത്തും വിശുദ്ധി പുലർത്താൻ വേണ്ടി. ശ്രേഷ്ഠ അധികാരികൾ കീഴടക്കണമെന്ന് ആരാധന മുടക്ക് ചെയ്യാനല്ല പറഞ്ഞത്. അധികാരികളെ അനുസരിക്കണം എന്ന് പറഞ്ഞത് മീറ്റിംഗ് മുടക്കാനല്ല. അധികാരികൾ പറയാം ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ മതി. ആരാധനയ്ക്ക് പോകണമെന്ന് തന്നെ പോകരുത്. കഴുത്ത് പോയാലും പോകണം. എൻ്റെ കർത്താവ് എനിക്ക് തന്നെ കൽപ്പനയാണ്, എൻ്റെ വരവ് വരെ നിങ്ങൾ ചെയ്യും, അത് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ല്, ഇല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടോ എന്തുകൊണ്ടും ചെയ്തു. പക്ഷെ അവിടെയൊക്കെ നാം വിശ്വസ്തരായിരിക്കണം, എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ കഴിയും. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് സംസാരിച്ചത് നാം സ്വർഗത്തിലേക്ക് പോകാനാണ് വിളിക്കുന്നത്, അല്ലാതെ ഇവിടെ സമൃദ്ധിയോട് ജീവിക്കുന്നത്. എല്ലാം എന്തെങ്കിലും ഉണ്ടായി ഇരുന്നോട്ടെ, പക്ഷെ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാനാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ആരോഗ്യം തൊട്ട് സകലതും അത് ഞാൻ കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചു. ഇവിടം വിട്ട് ഞാൻ ഇന്നോ നാളെ പോകും. പോയാൽ എൻ്റെ നിത്യത എവിടെ? സ്വർഗരാജ്യത്തിലേക്കാണോ നരകരാജ്യത്തിലേക്കാണോ? തിരഞ്ഞെടുത്തു കൊള്ളുക, തീരുമാനിച്ചു കൊള്ളുക. അവനവൻ ചെയ്യുന്നത് എന്താണെന്ന് അവനവന് വ്യക്തമായിട്ടറിയാം. നാം വായിച്ചു കേട്ട വേദഭാഗം അങ്ങനെയാണ്. അങ്ങനെ വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കൂടാതെ വിശുദ്ധിയോട് ജീവിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് അവനെ പ്രസാദിപ്പിച്ച് നമ്മെ നോക്കിയിരിക്കുന്ന കർത്താവ് അവൻ ഏതെങ്കിലും വിധത്തിൽ ഫലം കായ്ക്കുമോ എന്ന് വിചാരിച്ച് യജമാനന് അവന് വെട്ടിക്കളയാൻ ചോദിച്ചു, വേണ്ട നിൽക്കട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ അനുഭവത്തിൽ ഫലം കായ്ക്കുമോ എന്ന് നോക്കി ഇന്ന് വരെ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാളെയെങ്കിലും ഫലം കായ്ക്കുമോ? അടുത്ത നിമിഷം ഫലം കായ്ക്കുമോ? എൻ്റെ ദൈവത്തിന് എൻ്റെ പ്രവൃത്തി കൊണ്ട് ജീവിതം കൊണ്ട് പ്രസാദം ഉണ്ടാകുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ ഭാഗ്യമുള്ളവർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.